ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതഃ. ഹരേ കൃഷ്ണ. സന്താന ഗോപാലകൃഷ്ണ രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സന്താനമില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ആയുരാരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തെ തുടർന്ന് തൻ്റെ ശക്തിയിൽ അർജുനന് അതിയായ അഹങ്കാരമുണ്ടായി. അർജുനന്റെ ഈ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് തന്നെ ഭഗവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഹസ്തിനപുരിയിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന്റെയും പത്നിയുടെയും മക്കളെല്ലാം ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുക പതിവായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ 8 മക്കളെ നഷ്ടപ്പെട്ടു. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി മനംനൊന്ത അദ്ദേഹം പാണ്ഡവ സന്നിധിയിൽ എത്തുകയാണ്. അപ്പോൾ സ്വയം ശക്തനെന്ന് അഹങ്കരിച്ചിരുന്ന അർജുനൻ ബ്രാഹ്മണന് വാക്കുകൊടുക്കുകയാണ്, ബ്രാഹ്മണപത്നിയുടെ അടുത്ത കുഞ്ഞിന് ആപത്തൊന്നും വരാതെ നോക്കിക്കൊള്ളാമെന്ന്, രക്ഷിക്കാമെന്ന്. അങ്ങനെ ബ്രാഹ്മണപത്നിയുടെ 9ാമത്തെ പ്രസവം നടന്ന സമയത്ത് അർജുനൻ അവരുടെ ഗൃഹത്തിന് മുന്നിൽ കാവൽ നിന്നു. പക്ഷേ 9ാമത്തെ കുഞ്ഞും മരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ദുഃഖിതനായ ബ്രാഹ്മണൻ അർജുനനെ മനംനൊന്ത് വളരെ ശകാരിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഉറപ്പായും അടുത്ത കുഞ്ഞിനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, അതിന് സാധിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ തന്നെ ചെയ്യുമെന്നും ദൃഢപ്രതിജ്ഞയും എടുത്തു. അങ്ങനെ ബ്രാഹ്മണപത്നി 10ാമതും ഗർഭം ധരിച്ചു. പ്രസവം അടുത്ത സമയത്ത് അർജുനൻ അവിടെ എത്തി തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ബ്രാഹ്മണന്റെ വീടിന് ചുറ്റും സംരക്ഷണ കവചം തന്നെ സൃഷ്ടിച്ചു. പക്ഷേ അത്തവണ അത്ഭുതം എന്നോണം പ്രസവശേഷം കുഞ്ഞിനെ ഉടലോടെ കാണാതാവുക ആണുണ്ടായത്. ഇതേ തുടർന്ന് അർജുനൻ എല്ലാ സ്ഥലത്തും പല ദിക്കിലും കുഞ്ഞിനെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ യമരാജന്റെ സന്നിധിയിലും എത്തി. അപ്പോൾ യമരാജാവ് പറഞ്ഞു, ആ കുഞ്ഞിന്റെ മരണസമയമായിട്ടില്ല, അതുകൊണ്ട് കുഞ്ഞെൻ്റെ സമീപത്തില്ല. അപ്പൊ കുഞ്ഞിനെ കണ്ടെത്താനാകാതെ തിരികെ ബ്രാഹ്മണന്റെ സമീപത്ത് തന്നെ അർജുനൻ എത്തി. അപ്പോൾ അർജുനന് നേരത്തെ ചെയ്തിരുന്ന ആ ഒരു പ്രതിജ്ഞയ്ക്ക് കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആ സമയം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തി തടഞ്ഞു. എന്നിട്ട് പാലാഴിക്ക് നടുവിലായി ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന 7 ഗോപുരങ്ങളുള്ള വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അർജുനനെ. അവിടെ ചെന്നപ്പോൾ അതാ മഹാവിഷ്ണുവിനും ലക്ഷ്മീദേവിക്കുമൊപ്പം ബ്രാഹ്മണന്റെ നഷ്ടപ്പെട്ട 10 കുഞ്ഞുങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഭൂമിയിൽ തനിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് കരുതിയിരുന്ന അർജുനന്റെ അഹങ്കാരം അതോടെ ശമിച്ചു. 10 കുഞ്ഞുങ്ങളുമായി ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി തിരികെ ബ്രാഹ്മണന്റെ സമീപത്തെത്തുകയും കുഞ്ഞുങ്ങളെ എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്ത് നൽകുന്ന മഹാവിഷ്ണുവിന്റെ അത്യപൂർവ ഭാവമാണ് സന്താന ഗോപാലകൃഷ്ണ ഭാവം. ഹരേ കൃഷ്ണ.